വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയമായിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു ആശങ്ക, അതിൻ്റെ സമയം തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആൾക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ BLOമാരെ എങ്ങനെ കണ്ടെത്താം, അതേപോലെ തന്നെ BLOമാർ നമ്മുടെ വീട്ടിലേക്ക് ഫോം കൊണ്ടുവരുന്നത് വരെ വെയിറ്റ് ചെയ്യണോ, അതോ കണ്ടെത്തി അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഫോം ചോദിക്കണോ? ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്, എന്യൂമറേഷൻ ഫോം. അതുകൂടെ സാർ വിശദീകരിക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ മറ്റൊരു ആശങ്കയാണ് പ്രവാസികളുടെ വിഷയത്തിൽ. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ഫോർവേഡ് മെസ്സേജുകൾ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്, പ്രവാസികൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരണം, ഇത് നിർബന്ധമായിട്ടും ഇതിനെ അറ്റൻഡ് ചെയ്യണം. അപ്പം അങ്ങനെ വളരെ അടിയന്തരമായി നാട്ടിലേക്ക് വന്ന് ഈ പ്രക്രിയ പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ടോ പ്രവാസി? ഇല്ലല്ലോ. ഈ ഗൾഫിൽ ഉള്ള ഒരാളുടെ പേര് ഇപ്പൊ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ട് 2020. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്യൂമറേഷൻ ഫോറം പ്രിന്റ് ചെയ്ത് BLO കൊണ്ട് തരും ഉണ്ടെങ്കിൽ, എന്നിട്ട് അവർക്ക് വേണ്ടി വീട്ടിലുള്ള ആരും ഒപ്പിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. എന്നാൽ 2025 വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. ഓക്കെ. പക്ഷെ അവരുടെ 2002 വോട്ടർ പട്ടികയിൽ അവരുടെ ഫാദറോ മദറോ അവരുടെ ബന്ധുക്കളൊന്നുമില്ല. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ആളുകൾ ഇതില് പിന്നെ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പിന്നെ അവരെ ഒഴിവാക്കില്ല. ആദ്യം എന്ത് ചെയ്യും? അതിലാണ് ഹിയറിംഗ് നോട്ടീസ് ചെയ്യുന്നത്. അവർക്ക് മാത്രം ഹിയറിംഗ് ഉള്ളൂ. അവരെ ഹിയറിംഗിന് വിളിക്കുന്ന സമയത്താണ് അവർക്ക് അതിന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കലി ഈ BLOമാരുടെ പ്രയത്നഫലമായി ഈ SIR പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ 2002 വോട്ടർ പട്ടികയും 2025 വോട്ടർ പട്ടികയും തമ്മിൽ കമ്പയർ ചെയ്ത് ഏകദേശം ഒരു 50% ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളെന്താ വെച്ചാൽ, നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള ആള് ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ പുറത്ത് പോകരുത് എന്ന് നമുക്ക് നിർബന്ധം. ഇന്ന് റീകാസ്റ്റ് മീഡിയയിൽ നമ്മുടെ കൂടെ ഉള്ളത് റാഫി സാറാണ്. അദ്ദേഹം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറാണ്, അതുപോലെ തന്നെ പാലക്കാട് തഹസിൽദാർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോടുകൂടെ ഇന്ന് ചേരുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തെ പോലത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. നമ്മൾ വോട്ടർ പട്ടിക പുതുക്കുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്തൊരു വേളയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ആശങ്കകൾ, പല രാഷ്ട്രീയമായിട്ടുള്ള പല ചർച്ചകളും മറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പല മേഖലകളിൽ നിന്നും പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിൻ്റെ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഔദ്യോഗികമായി ഇതിൻ്റെ പ്രക്രിയയുടെ ഭാഗമായ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറാണല്ലോ, അപ്പോൾ ആ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്ന അർത്ഥത്തിൽ അത് വ്യക്തമായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അപ്പോൾ റാഫി സാറോട് ഡയറക്റ്റ്ലി ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് എന്താണ് ഈ SIR, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം എന്താണ്, ഇത് എപ്പോഴും നടക്കാറുള്ളതാണോ, ഇത് ഇപ്പോൾ മാത്രം നടക്കുന്നതാണോ, ഇതുകൊണ്ട് എന്താ ഉദ്ദേശമാക്കുന്നത് എന്ന് പറഞ്ഞാൽ? ഓക്കെ. SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വോട്ടർ പട്ടികയുടെ എന്താ പറയുക, അതിൻ്റെ ശുദ്ധീകരണമാണ്, ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇത് ഇപ്പോൾ നടക്കുന്ന 2002 അവസാനം നടന്നതെങ്കിലും അതിന് മുമ്പ് 8 പ്രാവശ്യത്തോളം ഇത് നടന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ 1500 പോരം വോട്ടുകളാണ് ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അതിന് ശേഷം കുറേ ആളുകൾ മരണപ്പെടും, കുറച്ച് ആളുകൾ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോവും, വേറെ സ്ഥലത്തേക്ക് മാറിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ കൃത്യമായിട്ട് ആ പോളിംഗ് സ്റ്റേഷനിലുള്ള ആളുകൾ തന്നെ ആ വോട്ടർ പട്ടികയിൽ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മരണപ്പെട്ട ആളുകളൊന്നും ഒഴിവാക്കാതെ, ഷിഫ്റ്റ് ചെയ്ത ആളുകൾ അവിടുന്ന് സ്ഥലം മാറി പോയ ആൾക്കാരൊന്നും ഒഴിവാക്കാതെ അതങ്ങനെ തന്നെ ആ വോട്ടർ പട്ടിക നിലനിർത്തി പോയാൽ അത് തീർച്ചയായിട്ടും അതൊരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നില്ല. അപ്പോൾ അത് കാലാകാലങ്ങളത് കൃത്യമായിട്ട് നടന്നു വരുന്നതാണ്. ഓരോ വർഷവും പണ്ടൊക്കെ ആണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ സ്പെഷ്യൽ സമ്മർ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് 2 പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഈ പ്രോസസ്സ് എല്ലാ വർഷവും നടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൽപ്പെട്ട വോട്ടർ പട്ടികയിൽപ്പെട്ട ആളുകളെ നിലവിലുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക, അതായത് കൃത്യമായിട്ടും അതിൽ അർഹരായ ആളുകളെ മാത്രം അതിൽ ഉൾപ്പെടുത്തി മരിച്ചവരെയും അതുപോലെ സ്ഥലം മാറിപ്പോയവരൊക്കെ ഒഴിവാക്കുക എന്ന, ഒഴിവാക്കേണ്ട ആളുകളെ കണ്ടെത്തി ഒഴിവാക്കുകയും ഉള്ള ആളുകളെ വെരിഫൈ ചെയ്ത് നിലനിർത്തുകയും ലക്ഷ്യമായിട്ട് അവസാനമായി 2002 ഓക്കെ. അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ പ്രക്രിയ പറയുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് പൂർത്തീകരിക്കുക, ഇതിന്റെ ഒരു പ്രക്രിയ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പം നമ്മൾ ഇതിൻ്റെ പ്രക്രിയ ഇപ്പം നമ്മൾ ആരംഭിച്ചല്ലോ, ഒരു ടൈം ഷെഡ്യൂള് തന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ് ട്രെയിനിങ്
എന്നുള്ളത് ഇതിൻ്റെ ഫോംസ് എന്യൂമറേഷൻ ഫോംസ് ഒക്കെ 28 ഒക്ടോബർ തൊട്ട് 3 നവംബർ വരെയുള്ള സമയത്താണ് ആവശ്യമായ ട്രെയിനിങ് നൽകുന്നു ഈ എന്യൂമറേഷൻ ഫോംസ് ഒക്കെ പ്രിൻ്റ് ചെയ്യാൻ. പിന്നെ ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫേസ് ആണ് നെക്സ്റ്റ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 നവംബർ തൊട്ട് ഡിസംബർ 4 വരെയാണ് ഇത് ചെയ്യുന്നത്. ഇത് എന്യൂമറേഷൻ ഫോറം ഓരോ വോട്ടർ പട്ടിക, അതായത് 2025 വോട്ടർ പട്ടികയിൽ പേര് ചേർത്തപ്പെട്ട എല്ലാ ആളുകൾക്കും, എല്ലാ വോട്ടർമാർക്കും അതിൽ അവർക്ക് അവരുടെ എന്യൂമറേഷൻ ഫോറം BLMR മുഖാന്തരം വിതരണം ചെയ്യുന്ന ദിവസമാണ് ഈ ഡേറ്റ്. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഇലക്ടറൽ റോൾസ് ആണ് 9th ഡിസംബറിന് ഇതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കും. അതായത് നിലവിലുള്ള എന്യൂമറേഷൻ ഫോറമൊക്കെ ലഭിച്ച ശേഷമുള്ള കരട് പ്രഖ്യാപിക്കും. അതിനുശേഷം അതിൻ്റെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ കൊടുക്കുന്ന സമയമാണ്. നമുക്ക് ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളുകൾക്ക് പരാതികളൊക്കെ സമർപ്പിക്കേണ്ടതാണ്. ഡിസംബർ 9 തൊട്ട് ജാനുവരി 8 വരെ അതിൻ്റെ പ്രോസസ്സ് നടക്കും. പിന്നെ നെക്സ്റ്റ് ഫേസ് നോട്ടീസ് ഫേസ് ആണത്, ഹിയറിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. അത് 9th ഡിസംബർ തൊട്ട് 31st ജാനുവരി വരെയാണ് അതിൻ്റെ ഹിയറിംഗ് ആൻഡ് വെരിഫിക്കേഷനൊക്കെ നടക്കുക. അതിനുശേഷം പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ഇലക്ടറൽ റോൾ 7th ഫെബ്രുവരി. ഇതാണ് അതിൻ്റെ ഷെഡ്യൂൾ ആയിട്ട് ഫെബ്രുവരി 7 അത് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ ആദ്യം പറഞ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നടന്നുകൊണ്ടിരിക്കുന്ന എന്യൂമറേഷൻ ഫോം ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അത് വിതരണം ചെയ്യും, വീടുകളിലേക്ക് എത്തിച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആളുകളെ സംബന്ധിച്ച് ആശങ്ക എന്ന് പറഞ്ഞാൽ സമയം തുടങ്ങിയിട്ടുണ്ട്, നവംബർ 4 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് BLOമാർ എത്തിയിട്ടില്ല, ഞങ്ങൾ ആരൊക്കെയാണ് BLOമാർ എന്ന് അറിയില്ല, ഞങ്ങൾ നാട്ടിൽ ഇതിനെ പറ്റിയൊന്നും സംസാരം കേൾക്കുന്നില്ല, വാർഡ് മെമ്പറോട് ചോദിച്ചതൊന്നും അറിയുന്നില്ല, അങ്ങനെ ഒരു ആശങ്ക. അതായത് വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയം ആയിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു ആശങ്ക, അതിൻ്റെ സമയം തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ BLOമാരെ എങ്ങനെ കണ്ടെത്താം, അതേപോലെ തന്നെ BLOമാർ നമ്മുടെ വീട്ടിലേക്ക് ഫോം കൊണ്ടുവരുന്നത് വരെ വെയിറ്റ് ചെയ്യണോ, അതോ കണ്ടെത്തി അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഫോം ചോദിക്കണോ, ഇതിനെ പറ്റിയുള്ള ഒരു വ്യക്തത. BLOമാർ ഇപ്പോഴത്തെ പുതിയ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം നമ്മൾ താമസിക്കുന്ന ആ പോളിംഗ് സ്റ്റേഷനിൽ തന്നെ സ്ഥിരതാമസക്കാരനായ BLO ആയിരിക്കും ഉണ്ടാവുക. ഏകദേശം എല്ലാ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലും നമ്മുടെ ആ പോളിംഗ് സ്റ്റേഷനിലുള്ള അതിൻ്റെ പരിധിയിൽ തന്നെ താമസക്കാരനായിരിക്കും. അതുകൊണ്ട് ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാവർക്കും മിക്കവാറും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി BLOന് കൂടെ ഒരു BLA ഒരു ആൾ കൂടിയുണ്ട്, ബൂത്ത് ലെവൽ ഏജന്റ്. ബൂത്ത് ലെവൽ ഓഫീസറാണ് BLO. അത് സർക്കാർ നിയോഗിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. BLA എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നിയോഗിക്കുന്ന ഏജന്റുമാർ. അത് ഓരോ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ വെക്കുന്നത്. അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയും പൊളിറ്റിക്കൽ പാർട്ടി ആരാണ് നമ്മുടെ BLO എന്നറിയും. പിന്നെ നമ്മുടെ ഇവിടെ പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് സെർച്ച് ചെയ്താൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ വഴി ബൂത്ത് ലെവൽ ഓഫീസറിന് അറിയാം. പിന്നെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ബൂത്ത് ലെവൽ BLO എന്നുള്ളത് നമ്മുടെ സ്വന്തം നാട്ടിന്റെ പരിസരത്തുള്ള ഒരാളായിരിക്കും. പിന്നെ റവന്യൂ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയും. വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചാൽ നമ്മുടെ ബൂത്തിൽ BLO ആരാണെന്ന് അറിയാം. പോയി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതറിയാം, അവരുടെ ഫോൺ നമ്പർ അറിയാം. ഓക്കെ, ഫൈൻ. അപ്പോൾ മറ്റൊരു കാര്യം ഇതേപോലെ തന്നെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരോട് അങ്ങോട്ട് പോയിട്ട് ഇതിന് ഫോറം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുമോ? നമ്മളതിൽ അതാണ് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതിൽ SIR എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ്. അപ്പോൾ അത് നമ്മളെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെയോ രാഷ്ട്രീയ പാർട്ടിയിലെ ഏജന്റുമാരോ മാത്രം ഏൽപ്പിക്കാതെ നമ്മളതിൻ്റെ സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ഫോറം നമുക്ക് നമ്മുടെ 2025 നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്യൂമറേഷൻ ഫോറം നമ്മുടെ BLOനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് അവർ വരുന്ന വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് അവർ നേരിട്ട് ബന്ധപ്പെടാം, നമ്മുടെ ഫോറം വന്നിട്ട് ചോദിക്കാം. ഫോറം നമുക്ക് വാങ്ങി കൃത്യമായിട്ട് പൂരിപ്പിച്ച് അവർ തിരിച്ചേൽപ്പിക്കണം എന്നുള്ള 2 സെറ്റ് ഫോറമാണ് നമുക്ക് BLO തരേണ്ടത്. അതിലൊരു സെറ്റ് അവർക്ക് പൂരിപ്പിച്ച് നൽകുകയും ഒരു സെറ്റ് നമ്മുടെ കയ്യിൽ തന്നെ അത് പ്രൂഫായിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ എന്താ പറയുക, ആ സാധനം നമുക്കുള്ള ഒരു അക്നോളജ്മെന്റ് പോലെ നമ്മുടെ റെസീപ്റ്റ് പോലെ നമ്മുടെ കയ്യിൽ വേണം. അത് ഫ്യൂച്ചറിൽ ആവശ്യം വരും. ഹിയറിംഗ് ആവശ്യം വരികയാണെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഫോറം കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് എന്തായാലും അവർ വീട്ടിലേക്ക് വരും. പക്ഷെ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. നമ്മൾ നമ്മുടെ ഫോറം 2025 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് ചെല്ലുകയും അവർ വരും. എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യാതെ തന്നെ അവരെ ബന്ധപ്പെടുകയും നമ്മുടെ ഫോറം അവരുടെ അടുത്ത് നിന്ന് വാങ്ങി എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് തിരിച്ചവരെ ഏൽപ്പിക്കണം. നമ്മളെ ശ്രദ്ധിക്കാൻ കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ,
ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണമെന്നുള്ളതാണ്. എന്യൂമറേഷൻ ഫോം അതുകൂടെ സാർ വിശദീകരിക്കുകയാണെങ്കിൽ. ഈ രൂപത്തിലുള്ളൊരു എന്യൂമറേഷൻ ഫോറമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതിൽ ടോപ്പ് ലൈനിൽ കാണുന്ന നമ്മുടെ 2025 നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുണ്ടാവും, വോട്ടറുടെ പേരുണ്ടാവും, നമ്മളുടെ വോട്ടർ പട്ടികയിലെ ID കാർഡ് നമ്പർ ഉണ്ടാവും, നമ്മുടെ വിലാസം ഉണ്ടാവും, പിന്നെ തൊട്ട് ക്രമ നമ്പർ, വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, ഏത് പാർട്ട് നമ്പർ, അതാണ് ഭാഗം നമ്പർ, പേര്, നമ്മുടെ ഏത് വോട്ടർ പട്ടികയിലാണ് നമ്മൾ പോളിംഗ് ബൂത്തിലാണ് നമ്മൾ വോട്ട് ചെയ്തത്, ഇതിൽ 119 ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ. അപ്പോൾ അങ്ങനെ പിന്നെ ബൂത്തിൻ്റെ പേരുണ്ടാവും, ഏത് പാർലമെൻറ്റ് നിയമസഭ നിയോജക മണ്ഡലമാണ് അതുണ്ടാവും, പേര്, സംസ്ഥാനത്തിൻ്റെ പേരടക്കം. നമ്മുടെ സൈഡിൽ നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാവും. ഇവിടെ നമ്മളൊരു കളർ ഫോട്ടോ, നമ്മുടെ പുതുതായിട്ടൊരു ഫോട്ടോ ഒന്ന് ഇവിടെ ഒട്ടിക്കാം. ഓക്കെ, ആ ഫോട്ടോ ഒട്ടിച്ചിട്ട് പിന്നെ ഫസ്റ്റ് ഇതിന് 3 ഭാഗമാണ് ഈ എന്യൂമറേഷൻ ഫോമിലുള്ളത്. ഫസ്റ്റ് പോർഷൻ നമ്മുടെ നിലവിലുള്ള ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യേണ്ട, വോട്ടറുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ്. അതിനകത്ത് ജനന തീയതി ആദ്യം, പിന്നെ ആധാർ നമ്പർ, നമ്മുടെ ആധാർ നമ്പർ എഴുതുക, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ പേര്, അവരുടെ പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ, അതായത് വോട്ടർ പട്ടിക വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ID കാർഡിൻ്റെ നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ID കാർഡ് നമ്പർ അതാണ് എപ്പിക് നമ്പർ. പിതാവിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ എപ്പിക് നമ്പർ, ID കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് നമ്പർ. വോട്ടർ ID കാർഡ്, വോട്ടർ ID കാർഡാണ് എപ്പിക് നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയ ഇപ്പോൾ നിലവിലുള്ള മറ്റു രേഖകളെ പറ്റിയല്ല, വോട്ടർ ID കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ പറയുന്നത്. പിന്നെ പങ്കാളിയുടെ പേര് ബാധമാണ്, അവരുടെ പേരും പങ്കാളിയുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത്രയും ഫോർമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുകളിൽ ഫിൽ ചെയ്യേണ്ടത്. പിന്നെ ഇത് നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടായിരുന്നു. എൻ്റെ പേരിപ്പോൾ നിലവിലുള്ള സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അതാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള, താഴെയുള്ള ലെഫ്റ്റ് സൈഡിൽ ആ ഡീറ്റെയിൽസാണ് നമ്മൾ പൂരിപ്പിക്കണം. അതായത് മുകളിൽ എല്ലാവരും ഒരുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്യണം. നമ്മൾ 2025 ഇപ്പോഴുള്ള നിലവിലുള്ള ഡീറ്റെയിൽസ് അതുകൂടെ, അതായത് ഈ ഫോം കിട്ടുക 2024 ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയോ ചെയ്ത ഓൾറെഡി ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്കാണോ? അതെ, ഓക്കെ. 2024 വോട്ട് ചെയ്തവരുടെ മാത്രമല്ല, ഈ നമ്മൾ പ്രഖ്യാപിച്ചതിന് തൊട്ട് മുമ്പ് വരെ വോട്ട് ചേർത്തപ്പെട്ടിട്ടുണ്ട് ആളുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ഈ പ്രഖ്യാപിച്ച ഡേറ്റ് ഉണ്ടല്ലോ അതുവരെയുള്ള മുഴുവൻ ആളുകളുടെയും വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത എല്ലാവരുടെ ആളുകളുടെയും എന്യൂമറേഷൻ. അതായത് നമ്മളെ വോട്ടർ ലിസ്റ്റ് മരവിപ്പിച്ച ആ തീയതി വരെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്ത എല്ലാ ആളുകൾക്കും ഈ ഫോം കിട്ടും. അവിടെയാണ് ആ ഫോം കിട്ടുമ്പോഴാണ് മുകളിൽ ഫോട്ടോ ഒക്കെ ഉണ്ടാവും, ഫോട്ടോ കളർ ഫോട്ടോ വേണമെങ്കിൽ ഒട്ടിക്കുക ചെയ്യാം, വേണമല്ല ഒട്ടിക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാം. ശേഷം ഈ സൈഡിൽ 2002 നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് അവർക്ക് മാത്രമാണ് ഈ സൈഡ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ 2002 ഇപ്പോൾ നമ്മളൊരു പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തായിരിക്കില്ല നമ്മുടെ വോട്ടുണ്ടായിരിക്കുക. ഒരു പക്ഷേ നമ്മൾ താമസം മാറി വന്ന സ്ഥലമായിരിക്കും. 2002 നമ്മൾ താമസിക്കുന്ന വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ അവിടുത്തെ നമ്മൾ വോട്ട് ചെയ്ത വോട്ടർ പട്ടിക പിന്നെ ബൂത്തിൻ്റെ പേരും അവിടുത്തെ നിയോജക മണ്ഡലവും അത് സെർച്ച് ചെയ്യാനുള്ളൊരു ഒരു ലിങ്ക് ഉണ്ട്, വെബ്സൈറ്റ്. അത് സെർച്ച് ചെയ്താൽ നമ്മുടെ അവിടുത്തെ വോട്ടർ പട്ടികയിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ പേര് അവിടെ കാണും. ഓക്കെ, അപ്പോൾ ആ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2002 വോട്ട് ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ പരിശോധിക്കും ചെയ്യാം. ശേഷം അതിൽ നിന്ന് നമുക്ക് ഇവിടെ മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കാതെ നമ്മൾ സ്വയം ചെയ്യണതാണ് ഏറ്റവും സേഫ്. അപ്പോൾ നമുക്ക് 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോന്ന് നോക്കാം, അത് പരിശോധിക്കാനുള്ള ലിങ്ക് ഉണ്ട്, അത് നോക്കിയിട്ട് ഉണ്ട്. എന്നിട്ട് അത് എടുത്തിട്ട് അതിൽ നമ്മുടെ വോട്ടറുടെ പേര്, അതിൽ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ, പിന്നെ ബന്ധുവിൻ്റെ പേര്, ബന്ധം, അവരുമായി ബന്ധം തെളിയിക്കുന്നത്, പിന്നെ അത് ബന്ധം, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ 2002 ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും പുതിയ ഡീറ്റെയിൽസ് അല്ല ഇവിടെ ആഡ് ചെയ്യേണ്ടത്, 2002 വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് ആണ്. ഇനി ഇപ്പുറത്തുള്ളത്, അതിനകത്ത് താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇവിടുത്തെ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ സ്ഥലം മാറി വന്ന ആളാണെങ്കിൽ അവിടുത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, അവിടുത്തെ ഭാഗം നമ്പർ, അവിടുത്തെ ക്രമ നമ്പർ, 2002 എവിടെയാണെന്നോ നമ്മളുണ്ടായിരുന്നത് ആ ഡീറ്റെയിൽസാണ് നമ്മുടെ. ഇനി 2002 നമ്മളെ പേരില്ല, 2002 നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ലെങ്കിൽ
പിന്നെ പൂരിപ്പിക്കേണ്ടതാണ് തൊട്ടപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ള ഇത് 2002 പേരില്ലാത്തവർക്ക് മാത്രമാണ്, ഇത് 2002 പേരുള്ളവർക്ക് മാത്രമാണ്. 2002 പേരില്ലാത്തവർക്കാണ് ഈ ഭാഗത്ത് മുൻകോൾ വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ. വോട്ടർ ബന്ധു നമ്മുടെ ഫാദർ ആവാം, മദർ ആവാം, സിസ്റ്റർ, ബ്രദർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ബന്ധുക്കളുടെ പേര്, അവരുടെ പേരും അവരുടെ എപ്പിക് നമ്പർ, ID നമ്പർ, ബന്ധുവിൻ്റെ പേര്, അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്, ഫാദറാണോ, മദറാണോ, സിസ്റ്ററാണോ, ബ്രദറാണോ, എന്താണ് ആ ബന്ധം എന്നുള്ളത് പറയുക, അവരുടെ ജില്ല, സംസ്ഥാനത്തിന് പേര്, അവരുടെ ആ പിന്നെ വോട്ടുണ്ടല്ലോ അത് ഏത് നിയോജക മണ്ഡലത്തിലാണ് ഭാഗം ഏത് ക്രമനമ്പർ. അത് 2002 ഓക്കെ. 2002 അവരുടെ ഏത് മണ്ഡലത്തിലായിരുന്നു ഭാഗം നമ്പർ, ക്രമനമ്പർ? ഇതാണ്. ഇത് മൂന്നും രണ്ടേ പൂരിപ്പിക്കേണ്ടുള്ളൂ. ഒന്നുകിൽ ഈ മുകളിലുള്ളതും 2002 അല്ലെങ്കിൽ 2002 നമ്മുടെ പേരില്ലെങ്കിൽ ഈ മുകളിലുള്ളതും റൈറ്റ് സൈഡിലുള്ള നമ്മുടെ ബന്ധുക്കളുടെ. ഇതിന് താഴത്തെ പൂരിപ്പിക്കാതെ മുകളിൽ മാത്രമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കരുത്. താഴത്തെയും നമ്മൾ ഉണ്ടാവും, മിക്കവാറും എല്ലാ ആൾക്കാരുടെയും ബന്ധുക്കളോ ആരെങ്കിലും എന്തായാലും ഉണ്ടാവില്ല. അവരുടെ ഏറ്റവും നല്ലത് ഉപ്പ ഉമ്മ പോലെ നമ്മൾ പേരില്ലെങ്കിൽ 2002 നമ്മുടെ പേരില്ലെങ്കിൽ നമ്മുടെ ഫാദറിന്റെയോ നമ്മുടെ മദറിന്റെയോ അവരുടെ ഉണ്ടാവില്ല. അവരല്ലാത്ത മറ്റു ഉറ്റബന്ധുക്കളും പറ്റും. അപ്പോൾ അത് പൂരിപ്പിച്ച് നമ്മുടെ ഒപ്പിട്ട ശേഷം ഇതെന്ത് ചെയ്യുക, ഇത് ഇതിന്റെ 2 കോപ്പി ആയിരിക്കും ലഭിക്കുക. ആ 2 കോപ്പിയിൽ ഒരെണ്ണം നമ്മൾ കയ്യിൽ വെക്കുക, ഒരെണ്ണം BLOക്ക് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ഈ ഫോം കിട്ടുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ വോട്ട് ചെയ്തവരോ വോട്ട് ചേർത്തവരോ ആയിട്ടുള്ള ആൾക്ക് മാത്രമാണ്. ഇതുവരെ വോട്ടർ പട്ടികയിൽ പേരെ ചേർക്കാത്ത, തദ്ദേശ സ്വയംഭരണത്തിലൊക്കെ ചേർത്തിട്ടുണ്ടാവും, പക്ഷെ ലോക്സഭ, നിയമസഭ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയേ ചെയ്യാത്ത ആളുകൾ, പല പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ആ ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ വോട്ടർ പട്ടികയിൽ പേര് വരാൻ വേണ്ടി അവരുടെ പ്രക്രിയ എന്താണ്? അവർക്ക് ഈ ഫോം കിട്ടില്ലല്ലോ. കിട്ടില്ല. അവർക്ക് ഈ പ്രോസസ്സ് ഇപ്പം നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ചേരാമായിരുന്നു. ഇപ്പം ഈ SIRന്റെ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് മരവിപ്പിക്കുന്നതിന് മുമ്പ് ചേർക്കാമായിരുന്നു. അതേപോലെ തന്നെ ചെയ്യാം. ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് വീണ്ടും തുടങ്ങും. മനസ്സിലല്ലേ? SIRന്റെ ഭാഗമല്ല. SIRന്റെ ഭാഗം SIR എന്നുള്ളത് നമ്മുടെ വോട്ടർ പട്ടിക, നിലവിലുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ്, അതിന്റെ റിവിഷനാണ്. ഇപ്പോൾ അവർ നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലല്ലോ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യാം, അവർ സാധാരണ ഒരാൾ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ എന്ത് ചെയ്യും, അയാൾ അക്ഷയ സെൻറ്ററിൽ ഫോം 6 കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് അവർക്ക് 18 വയസ്സായ സമയത്ത് ID കാർഡ് കിട്ടും. അതേ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഫോം 6 പൂരിപ്പിക്കലാണ് നോർമലി ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് ആവശ്യമുള്ളത്. ആ ഫോം 6 പൂരിപ്പിക്കൽ ഇപ്പോൾ അവൈലബിൾ അല്ല, ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഈ ഞാനൊരു ടൈം ഷെഡ്യൂൾ പറഞ്ഞല്ലോ, ഇത് പുതിയ പ്രസിദ്ധീകരിച്ചതിന്റെ ഫൈനലായ ശേഷം അത് പ്രോസസ്സ് കൊണ്ടും തുടങ്ങും. ഇപ്പൊ നിലവിലുള്ള വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം മാത്രമാണ് നടക്കുന്നത്. പുതിയ ഫോം 6 പൂരിപ്പിച്ച് പുതിയ വോട്ട് ചേർക്കുക എന്ന് പറയുന്ന പ്രക്രിയക്ക് ഇപ്പോൾ ഓപ്ഷൻ ഇല്ല. അത് ഇതിന് ശേഷം, അഥവാ SIRന്റെ മുഴുവൻ പ്രക്രിയയും കഴിഞ്ഞ് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ അത് പുനഃസ്റ്റാർട്ട് ചെയ്യുള്ളൂ, വീണ്ടും പുനരാരംഭിക്കും. അതായത് പിന്നെ പുതുതായിട്ട് ഈ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരുടെ പേര് അവർ, ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആൾക്കാർ സാധാരണ പോലെ തന്നെ ഇതിന് ശേഷം അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ അവർക്ക് തുറന്നു നടക്കുകയാണ്. ഇപ്പോൾ സാധാരണ ഇതിൽ ഈ പ്രോസസ്സ് കഴിഞ്ഞാലും കുറേ ആൾക്കാർ 18 വയസ്സ് കഴിഞ്ഞ് വരുമല്ലോ, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അവിടെ 18 വയസ്സ് കഴിഞ്ഞ ഒരു 40 വയസ്സായിട്ടുള്ള ആൾക്കാണെങ്കിലും ഇത് ചേർത്തൂടെ? ചേർത്താം. അവർക്കുള്ള അതിൻ്റെ ഈ താഴെ പറയുന്ന 10-15 പ്രൂഫ് പറയുന്നുണ്ടല്ലോ, അതും സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും SIR പ്രക്രിയയിൽ ഭാഗമായി. അതെ, ഇതുവരെ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ്, അവർ നിർബന്ധമായിട്ട് SIRന്റെ ഭാഗമായിട്ട് എന്യൂമറേഷൻ ഫോറം കിട്ടും, അവർ പൂരിപ്പിച്ചു കൊടുക്കും വേണം. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു ആശങ്കയാണ് പ്രവാസികളുടെ വിഷയത്തിൽ. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ഫോർവേഡ് മെസ്സേജുകൾ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്, പ്രവാസികളൊക്കെ പെട്ടെന്ന് നാട്ടിലേക്ക് വരണം, ഇത് നിർബന്ധമായിട്ടും ഇതിനെ അറ്റൻഡ് ചെയ്യണം. അപ്പം അങ്ങനെ വളരെ അടിയന്തരമായി നാട്ടിലേക്ക് വന്ന് ഈ പ്രക്രിയ പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ടോ പ്രവാസി? ഇല്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഗൾഫുകാരൻ്റെ ഒരാളെന്ന് വെക്കുക, ഈ ഗൾഫിൽ ഉള്ള ഒരാളുടെ പേര് ഇപ്പം നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ട് 2024. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്യൂമറേഷൻ ഫോറം പ്രിന്റ് ചെയ്ത് BLO കൊണ്ട് തരും. ഓക്കെ, വാങ്ങിക്കാം. വാങ്ങിച്ചിട്ട് ആ ഫോറം വാങ്ങി ആ ഫോറത്തിൽ ഇപ്പം നിലവിലുള്ള ഫില്ല് ചെയ്യുക, അദ്ദേഹത്തിന്റെ തന്നെ പേര്, വോട്ടർ പട്ടികയിൽ ഈ ഗൾഫിലുള്ള ആളുടെ തന്നെ പേര് ഈ ഭാഗത്തുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കുക. ഇനി അദ്ദേഹത്തിന്റെ പേര് ഇല്ലെങ്കിൽ, വോട്ടർ പട്ടികയിൽ പേര് അദ്ദേഹത്തിന്റെ ഫാദറിയോ ഉണ്ടെങ്കിൽ എന്നിട്ട് അവർക്ക് വേണ്ടി വീട്ടിലുള്ള ആരും ഒപ്പിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒപ്പിടുന്നത് വീട്ടിലുള്ള ആരാണെങ്കിലും ചെയ്യാം മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 2002 വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾക്ക് ഈ ഫോം പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ SIR പ്രക്രിയ മൊത്തം കഴിഞ്ഞു. അതെ, പിന്നെ വേറെ അഡീഷണൽ എവിഡൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇനി
2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾക്ക് ഈ ഫോം പൂരിപ്പിച്ച് കഴിഞ്ഞാലും ഒരു 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജുകളും കണ്ടിരുന്നു. അതെന്താന്ന് വെച്ചാല് അതെ, ഓക്കെ, അതെ, അതായത് ഇപ്പോ മോളിലുള്ള പേര് മാത്രമേ ഉള്ളൂ, താഴെ ബന്ധുക്കളുടെ പേരുമില്ല, അതുപോലെ അപ്പുറത്തുള്ള ഫാദറുടെ പേരോ ബന്ധുക്കളുടെ പേരോ ഒന്നുമില്ല. എന്നാൽ 2025 വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. ഓക്കെ. പക്ഷെ അവരുടെ 2002 വോട്ടർ പട്ടികയിൽ അവരുടെ ഫാദറോ മദറോ അവരുടെ ബന്ധുക്കളൊന്നുമില്ല. അങ്ങനത്തെ ആളുകൾക്ക് അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ആളുകൾ ഇതില് പിന്നെ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പിന്നെ അവരെ ഒഴിവാക്കില്ല. ആദ്യം എന്ത് ചെയ്യും? അതിലാണ് ഹിയറിംഗ് നോട്ടീസ് ചെയ്യുന്നത്. അവർക്ക് മാത്രം ഹിയറിംഗ് ഉള്ളൂ. ഫൈൻ. അവരെ ഹിയറിംഗിന് വിളിക്കുന്ന സമയത്താണ് അവർക്ക് അതിന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് പ്രൂഫ് അവരെ ഹിയറിംഗ് ചെയ്യാൻ നോട്ടീസ് കൊടുക്കും. അപ്പോൾ അവർ ഹിയറിംഗ് സമയത്ത് അവരുടെ ബർത്ത് തെളിയിക്കുന്ന ഒരു 10-11 ഡാറ്റ പറയണം, 11-12 ആധാർ അടക്കം. അത് ഹിയറിംഗ് സമയത്ത് അതെല്ലാം ചില ആൾക്കാരെ സംശയം എല്ലാം കൂടി കൊണ്ടുപോകണോ? അതിൽ 1-2 ഒറ്റെണ്ണം മതി. ഒന്നില്ല എന്നൊക്കെ ആശങ്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ഏതെങ്കിലും ഒന്ന് മാത്രം, ആ 11 ഒന്ന് മാത്രം, 12 ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ മതി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ അതിലാണ് നേരത്തെ പറഞ്ഞ നിബന്ധനകൾ മുഴുവൻ വരുന്നത്. അഥവാ മാതാപിതാക്കളുടെ ജനനസ്ഥലം, മാതാപിതാക്കളുടെ ജനന തീയതി, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ തെളിയിക്കുക. അതൊക്കെ വരുന്നത് ഈ 2002 വോട്ടർ പട്ടികയിൽ ആരും ലിങ്ക് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ്. അത് നമ്മളെ വോട്ടും ഇല്ല, നമ്മളുടെ ഒറ്റ ബന്ധുക്കളുടെ വോട്ടും ഇല്ല, 2002 ആരും ഇല്ല എങ്കിൽ മാത്രമാണ്, അഥവാ ഈ 3 സ്ഥലങ്ങളിൽ ഒന്നിൽ മാത്രമേ നമുക്ക് പൂരിപ്പിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ മാത്രമാണ്. അതാണ് സാധാരണത്തിൽ ഹിയറിംഗിലേക്ക് സ്റ്റേജിലേക്ക് പോവാ. ബൈ ചാൻസ് ഹിയറിംഗിന് വന്നു തന്നെ വെക്കുക, അല്ലാതെ നമ്മൾ പൂരിപ്പിച്ചിട്ട് ഹിയറിംഗിന് വന്നാലും നമ്മൾ ഈ 11 രേഖയിൽ എന്തെങ്കിലും കൊണ്ട് ഹാജരായാൽ നമുക്ക് ഇതിലേക്ക് വരാം. വളരെ ലളിതമായ ഹിയറിംഗ് പ്രക്രിയയിൽ അത് നമ്മൾ പിന്നെ ഹിയറിംഗ് നമുക്ക് നോട്ടീസ് തരും, നമ്മൾ ഹാജരായി ഇത് 11 രേഖയിൽ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ. അങ്ങനത്തെ ഘട്ടങ്ങളിൽ ചിലപ്പോൾ പ്രവാസികൾ ഹിയറിംഗിന് വേണ്ടി നാട്ടിലേക്ക് വരേണ്ടി വരും. അതല്ലാത്ത അവസ്ഥയിൽ ഈ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതി. ആ സമയത്ത് എന്താ പറയുക, പിന്നെ ഇതിന്റെ ഹിയറിംഗ് സമയത്ത് മാത്രമാണ് എന്താണ് അവിടെ അവൈലബിൾ ആണ്. ഈ ഹിയറിംഗ് സാഹചര്യം ഇതാണ്, ആ സാഹചര്യത്തിൽ മാത്രമുള്ളവർക്കാണ് ഹിയറിംഗ് വരിക. ആ സമയത്താണ് നമുക്ക് പ്രൂഫ് കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതല്ലാത്ത ബാക്കി എല്ലാവർക്കും ഈ ഫോം മതി. ഇതിന്റെ വേറൊരു വശം, ഓട്ടോമാറ്റിക്കലി ഈ BLOമാരുടെ പ്രയത്നഫലമായി ഈ SIR പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ 2002 വോട്ടർ പട്ടികയും 2025 വോട്ടർ പട്ടികയും തമ്മിൽ കമ്പയർ ചെയ്ത് ഏകദേശം ഒരു 50% ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. പ്രോസസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മളിൽ പല ആൾക്കാരുടെയും ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ നോർമലി ചെയ്തിട്ടുണ്ട്, BLOമാർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ള പേഴ്സൻ്റെയും കൂടി നമ്മളും കൂടി ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ ഒരു നല്ലൊരു ശതമാനം, അതായത് ഇപ്പോ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബോധമുള്ള ആളുകൾ ഉള്ളൊരു നാടായതുകൊണ്ട് അധികം ആളുകളുടെ വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഇത്തരത്തിൽ വോട്ട് ചേർക്കാൻ പറ്റുന്നതാണ്. ഒരു BLO വരുന്ന സമയത്ത് വീട്ടിലെ വോട്ടർ എന്യൂമറേഷനിൽ പെട്ടുള്ള ആൾക്കാരിൽ മരണപ്പെട്ട ആളുകളുണ്ടാവും, അതുപോലെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത ആളുകളുണ്ടാവും, അപ്പോൾ കല്യാണം കഴിച്ചൊക്കെ മാറി സ്ഥലം മാറിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആക്ച്വലി ആ പോളിംഗ് സ്റ്റേഷനിലാണ് ഈ താമസിക്കുന്നവർക്കാണ് ആ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർ പട്ടികയിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അർഹത ഉണ്ടാകുക. അപ്പോൾ അവർക്ക് അവരുടെ ഫോറം മാത്രമാണ് അവിടെ BLO എൻ്റർ ചെയ്ത് കൊടുക്കുക, തിരിച്ചു കൊടുക്കുക. നമ്മൾ ബാക്കി അതിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയവർ എന്ത് ചെയ്യേണ്ടി വരും? ഫോം 6 കൊടുത്ത് വീണ്ടും ഈ മറ്റേ എവിടെയാണ് അവർ താമസിക്കുന്നത് അവിടെ ആ വോട്ടർ പട്ടികയിലേക്ക് അവർ പേര് ചേർത്ത് പെടണം. ഓക്കെ. അതായത് ഇപ്പോൾ നിലവിൽ ഞാൻ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറി, ആ പുതിയ സ്ഥലത്ത് ഞാൻ ഇതുവരെ വോട്ട് ചേർത്തിട്ടില്ല, അങ്ങനത്തെ ആളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഫോം 6 കൊടുത്ത് ഈ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർത്തപ്പെടണം. അതായത് നോർമലി ഇതിന് മുമ്പൊക്കെ ചെയ്തതുപോലെ തന്നെ ഫോം 6 കൊടുത്ത് പുതിയതായിട്ട് വോട്ട് ചേർക്കണം. അതാണ് പുതുതായിട്ട് ഫോം 6 കൊടുത്താണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. ഈ ഫോം 6 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സൂചിപ്പിക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. ഫോം 6 എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ നോർമൽ പ്രക്രിയയിൽ വോട്ട് ചേർക്കാൻ എന്താണോ ചെയ്യുന്നത് അതിനുവേണ്ടി പൂരിപ്പിക്കുന്ന ആ ഫോമിനാണ് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഫോം 7 എന്നുണ്ട്, ഫോം 8 എന്നുണ്ട്. ഫോം 7 എന്ന് പറഞ്ഞാൽ ഈ BLOമാർ തന്നെ ഇപ്പോൾ ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഹൗസ് ടു ഹൗസ് വിസിറ്റ് ചെയ്ത് മുമ്പ് ചെയ്തിട്ടുണ്ട്, SIRന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു കക്ഷി വോട്ടർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വോട്ടറുടെ മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട്, ഇനി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് അത് സഹിതം അറ്റാച്ച് ചെയ്ത് ഫോം 7 എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യും. ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോം 7 ഒഴിവായി, ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി. ഫോം 6 വോട്ട് ചേർക്കാനുള്ളതും ഫോം 7 ഒഴിവാക്കാനുള്ളതും. പിന്നെ ഫോം 8 വന്നിട്ട്
നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി, അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ നമ്മൾ താമസം മാറി, അപ്പോൾ നമ്മുടെ വോട്ടർ പട്ടിക അവിടെ നിന്ന് മാറി പുതിയ സ്ഥലത്തേക്ക് മാറാനാണ് ഫോം 8 കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടാവും പേരുകളിലോ അഡ്രസ്സിൽ എന്ത് ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും ഫോം 8 ഓൺലൈനായിട്ട് തന്നെ കൊടുക്കാം. അതോടുകൂടി നമ്മൾ പുതിയ സ്ഥലത്തേക്ക് വോട്ടറായിട്ട് നമുക്ക് പുതിയ നമ്മളുടെ നിലവിലുള്ള ID കാർഡിൽ എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും സ്ഥലമാണെങ്കിലും പേരാണെങ്കിലും ഒക്കെ ആണെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഫോം 8 കൊടുത്ത് മാറും. അത് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ആ സാധ്യത ഈ പ്രോസസ്സിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അതിലൊന്നും എസ്പെഷ്യലി സാധാരണക്കാരായിട്ടുള്ള ആളെ സംബന്ധിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് വിഷയങ്ങളിൽ ക്ലാരിറ്റി കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ്. കാരണം നമ്മൾ വാട്സപ്പ് മെസ്സേജുകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം, അതേപോലെ തന്നെ വീട്ടമ്മമാർ എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കണം, എപ്പോൾ വേണമെങ്കിലും ആള് വരാം എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള ആള് ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ പുറത്ത് പോകരുത് എന്ന് നമുക്ക് നിർബന്ധം വേണം. നമ്മളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ നമ്മുടെ ആ കാര്യം വേറെ ആരും ഏൽപ്പിക്കരുത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ഇതിനകത്ത് നല്ല റോളുണ്ട്. കാരണം ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രോസസ്സ് ഈ ഫോറം പൂരിപ്പിക്കുക അതൊക്കെ ഒരു പിന്നെ എന്താ കുറച്ച് ഒരു പരിചയമുള്ള കാര്യമല്ലല്ലോ. നമ്മൾ സാധാരണഗതിയിൽ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഫോം വോട്ടർ സ്ലിപ്പായിട്ടൊക്കെ അവരുടെ വീട്ടിലേക്കൊക്കെ പോകും. ശരിക്കും ഇപ്പോഴാണ് അവരുടെ ആവശ്യം ജനങ്ങൾക്കുള്ളത്. അപ്പൊ ഈ ഫോറം നമ്മൾ BLO കൊണ്ട് കൊടുക്കാൻ ഇതുവരെ ജനങ്ങളുടെ ആവശ്യം അവർക്കായിരുന്നു. ഇപ്പൊ അല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇതെങ്ങനെ പൂരിപ്പിക്കാന്നറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഫോം പൂരിപ്പിച്ചു കൊടുക്കാനും, അതുപോലെ പിന്നെ ഇപ്പോൾ എപ്പിക് നമ്പർ എന്നൊക്കെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഇപ്പം എന്താ എപ്പിക് നമ്പർ എന്നൊക്കെ സംശയം വരാമല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ, പിന്നെ സാധാരണ ഇവിടെ മാത്രം പൂരിപ്പിച്ച് അറിവില്ലായ്മ കൊണ്ട് മുകളിൽ മാത്രം പൂരിപ്പിച്ചു കൊടുത്താൽ അവർ വെറുതെ ഹിയറിങ്ങിൻ്റെ സാഹചര്യത്തിലേക്ക് വരപ്പെടും. എന്നാൽ താഴെ ലിങ്ക് ചെയ്യാനുള്ള 2002 ഡീറ്റെയിൽസ് നമ്മുടെ സ്വന്തമോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ രേഖകളൊന്നും ഇല്ലാതെ തന്നെ ഹിയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പുതിയ വോട്ടർ പട്ടികയിലേക്ക് വരും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇപ്പൊ ചിലപ്പോൾ നമ്മളുടെ പേര് 2002 ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ പേരുണ്ടാവാം. ഇതുണ്ടെങ്കിൽ ഹിയറിംഗ് ഇല്ല, രേഖ സബ്മിറ്റ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ നമ്മളിത് പൂരിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ, ഇതൊക്കെ ഉണ്ട് പക്ഷെ പൂരിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിയറിംഗിന് പോകേണ്ട ആവശ്യമില്ലാഞ്ഞിട്ട് എന്ത് ചെയ്യും, ഹിയറിംഗിന് പോകേണ്ട സാഹചര്യം വരും എന്നുള്ളതാണ്. വോട്ടർ പട്ടികയിൽ കരട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അവരുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവില്ല. പക്ഷെ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും ആരൊക്കെയാണ് ഇല്ലാത്തെന്നുള്ള ഒക്കെ ലിസ്റ്റൊക്കെ വിടും. അതുകൊണ്ട് അവരെ ഹിയറിംഗ് നടത്തും. അവർക്ക് പിന്നെ അവർ പോയി ERO ഒരു ഹിയറിംഗ് പ്രോസസ്സിൽ പങ്കെടുത്ത് അവർക്ക് തിരിച്ച് വീണ്ടും വോട്ടർ പട്ടികയിലേക്ക് വരാം. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ 3 അനാവശ്യ പ്രക്രിയ നമ്മളെ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ പഴയ 2002 സ്റ്റാറ്റസ് നമ്മുടെയോ നമ്മുടെ ബന്ധുക്കളുടെയോ കണ്ടെത്തുക എന്നുള്ള ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് സന്നദ്ധ പ്രവർത്തകർക്ക് ആരെ സഹായിക്കേണ്ടി വരും, സാധാരണ ജനങ്ങളെ സഹായിക്കേണ്ടി വരും. സഹായിക്കാൻ നിൽക്കുന്നത് ഈ സമിതി എന്ന ഏറ്റവും നല്ലൊരു സോഷ്യൽ വർക്കാണ്. അത് സന്നദ്ധ പ്രവർത്തകർ ആരും ഇതിനെപ്പറ്റി ധാരണയും ബോധ്യമുള്ള എല്ലാവരും സന്നദ്ധ പ്രവർത്തകരാകാൻ കഴിയുന്ന തീർച്ചയായിട്ടും ആളുകളാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പിന്നെ നിർദ്ദേശപ്രകാരം ഈ നൈറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ഇന്നലെ ഒരു നൈറ്റിലൊക്കെ ഓരോ റെസിഡൻഷ്യൽ കോളനിയിലൊക്കെ കേന്ദ്രീകരിച്ച്, അപ്പോൾ ആളുകളൊക്കെ വൈകുന്നേരമാണല്ലോ വരിക. അപ്പോൾ വൈകുന്നേരം പോലും BLOമാർ വീടുകൾ സന്ദർശിക്കുകയും രാത്രികൾ ഇത് പിന്നെ ഫോറം കൊണ്ടു കൊടുക്കാനും വായിക്കാനും അങ്ങനെ ഒരു അതീവ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അതേ ഒരു താല്പര്യം നമ്മളും കൂടി അതിനകത്ത് എഫേർട്ട് ഇട്ടാലാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വോട്ടർ പട്ടിയായിട്ട് നമ്മൾ അത് മാറുള്ളൂ. അങ്ങനെ തന്നെ വേണമല്ലോ. പിന്നെ ഒറ്റ കാര്യം കൂടി, ചില ആൾക്കാർ ആശങ്ക ഇത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ, ഇപ്പോൾ BLO ഫോം വാങ്ങി അത് കാണല്ല, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പിന്നെ വകുപ്പുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാൻ നമുക്കിത് പിന്നെ BLOനോടുകൂടി ബന്ധപ്പെടുക. അത് അതിൻ്റെ ERO ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ അതിൻ്റെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് വളരെ ഒരു 3 കോടിയോളം ഫോറങ്ങൾ പ്രിന്റ് ചെയ്ത് സമയബന്ധിതമായിട്ട് എടുത്ത് ഇതൊരു വലിയ പ്രോസസ്സിലൂടെ നമ്മുടെ കയ്യിൽ കൊണ്ട് എത്തിച്ചിട്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അത്രയും പ്രധാനപ്പെട്ട രേഖ നഷ്ടപ്പെടുത്താതിരിക്കാൻ അല്ല, കയ്യിൽ കൊണ്ട് തന്ന ഒരു ദിവസം കൊണ്ട് പൂരിപ്പിക്കാവുന്ന വിഷയങ്ങളുള്ളൂ. എത്രയും പെട്ടെന്ന് പൂരിപ്പിച്ച് കൈമാറി അതിന്റെ കോപ്പി നമ്മൾ അവര് BLO കൊടുത്തതിന്റെ ഒരു കോപ്പി നമ്മൾ കയ്യിലെടുത്ത് വെക്കുക എന്നുള്ളത്.
നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നഷ്ടപ്പെടുത്തിയാൽ കിട്ടില്ല എന്ന് ചോദിച്ചാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റുമായിരിക്കാം. പക്ഷെ സാധ്യമൊന്നുമല്ല, പക്ഷെ അത് കുറച്ചുകൂടി റിസ്കി പ്രൊസീജിയറാണ്. അത് മാത്രമല്ല ഈ തിരക്കിൽ നടക്കുന്ന ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം രാത്രിയും പകലുമായിട്ടെല്ലാം വർക്ക് ചെയ്യുമ്പോൾ കൊണ്ട് കൊടുത്തിട്ട് അത് നഷ്ടപ്പെടുത്തും കൂടി ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വളരെ ലളിതമാണ് സിസ്റ്റം. സൂക്ഷ്മതയോടുകൂടി വളരെ ചെറിയ സമയം കൊണ്ട് പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. ഭൂരിഭാഗം ആളുകളും രേഖ ഒന്നും സബ്മിറ്റ് ചെയ്ത് ഹിയറിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഭൂരിഭാഗം ആളുകൾക്കും ഒന്നുകിൽ 2002 വോട്ടർ പട്ടിക അവരുടെ പേരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒറ്റ ബന്ധുക്കളുടെ പേരുണ്ടാവും. ഇങ്ങനത്തെ ആർക്കും വേറെ ഒരു പ്രക്രിയയും ആവശ്യമില്ലാതെ ഈ ഫോം ഫിൽ ചെയ്താൽ മാത്രം ഇത് മുഴുവനായിട്ട് പൂർത്തീകരിച്ച് പുതിയ വോട്ടർ പട്ടികയിൽ പേര് വരുത്താം. ഇനി ഒരു നിലക്കും 2002 വോട്ടർ പട്ടികയോട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബന്ധുക്കളില്ല, നമ്മളില്ല, അങ്ങനത്തെ ആളുകൾക്ക് മാത്രമാണ് രേഖ സബ്മിറ്റ് ചെയ്ത് ഹിയറിങ്ങിനൊക്കെ ആവശ്യമുള്ളൂ. വളരെ ചെറിയ പോപ്പുലേഷന് അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു രേഖയുമില്ലാത്ത ഹിയറിങ്ങിന് പോകുന്നവരുണ്ടല്ലോ, അവർക്കാണ് ഈ 1187 മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അവരുടെ ഈ 11 രേഖ ഉണ്ടല്ലോ, പാസ്പോർട്ട് ഉണ്ട്, അതിനകത്ത് എല്ലാ രേഖകളും അതിനകത്ത് പറയണ്ടല്ലോ. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാരന് അല്ലെങ്കിൽ പെൻഷൻകാരന് നൽകുന്ന ഏതെങ്കിലും തിരിച്ചൽ കാർഡ്, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ. പിന്നെ രണ്ടാമത്തെ 1187 മുമ്പ് ഇന്ത്യയിൽ സർക്കാർ, തദ്ദേശാധികാരികൾ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ്, LIC, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ്, സർട്ടിഫിക്കറ്റ് രേഖ. അല്ലെങ്കിൽ 3 യോഗ്യതയുള്ള അധികാരി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ്. പിന്നെ 4 ഇത് നമ്മുടെ സ്വന്തം പാസ്പോർട്ടില്ലാത്ത ഏകദേശം എല്ലാവരുടെയും പാസ്പോർട്ട് ഉണ്ടാവും. പിന്നെ അംഗീകൃത ബോർഡുകൾ, സർവകലാശാല നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ്. പിന്നെ അതുപോലെ യോഗ്യതയുള്ള സംസ്ഥാന അധികാരി നൽകുന്ന സ്ഥിര താമസ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്. 8 OBC, SC, ST അല്ലെങ്കിൽ യോഗ്യതയുള്ള അധികാരി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ്. പിന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ, അത് നിലനിൽക്കുന്നിടത്തല്ല. പിന്നെ ദേശീയ തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ. പിന്നെ സർക്കാർ നൽകുന്ന ഏതെങ്കിലും ഭൂമി, വീട്, അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. പിന്നെ അവസാനം ആധാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രേഖ ഇല്ലാത്ത ആളുകളുണ്ടാവില്ല നമ്മൾ സ്വന്തമായിട്ട്, ആ രേഖ പിന്നെ 1187 മുമ്പ് ജനിച്ച 1187 മുമ്പ് ജനിച്ചവർ. പക്ഷെ അയാൾ എന്തില്ല, 2002 വോട്ടിലും ഇല്ല, അയാളുടെ ബന്ധുക്കളും 2002 അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ബന്ധുക്കളൊന്നും ഇല്ലേ. ഇനി 1187 2/12/2024 ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അവർ കൊടുക്കേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ജനനതീയതിയും ജനനസ്ഥലം വ്യക്തമാക്കുന്ന ഏതെങ്കിലും രേഖ നൽകുക. 2 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ജനനതീയതിയും ജനനസ്ഥലം നൽകുന്ന രേഖ. ഈ സാധനങ്ങൾ തന്നെ അച്ഛൻ്റെയോ അമ്മയുടെ ഉണ്ടാവും, അതും കൂടി കൊടുക്കേണ്ടത്. അതായത് അത് 1187 ഈ 2/12/2004 ഇടയിലാണെങ്കിൽ. ഇനി 2/12/2007 ശേഷം ജനിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യണം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ജനനതീയതിയും ജനനസ്ഥലം വ്യക്തമാക്കുന്ന ഏതെങ്കിലും രേഖ നൽകണം. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് പിതാവിൻ്റെ ജനനതീയതിയും ജനനസ്ഥലം വ്യക്തമാകുന്ന രേഖകൾ. പിന്നെ താഴെ മാതാവിൻ്റെ ജനനതീയതിയും രണ്ടും വേണം. അത് 2004 ശേഷം ജനിച്ചവരാണ്. 2004 മുമ്പാണെങ്കിൽ മാതാവിൻ്റെ പിതാവിൻ്റെ ഒരാളുടെ മതി, 2004 ശേഷമാണെങ്കിൽ രണ്ടുപേരുടെയും വേണം. പിന്നെ ഏതെങ്കിലും രക്ഷിതാവ് ഇന്ത്യക്കാരനല്ലെങ്കിൽ നിങ്ങളുടെ ജനനസമയത്ത് അവരുടെ സാധുവായ പാസ്പോർട്ടിൻ്റെയും വിസയുടെയും ഒരു പകർപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഇത് വരുന്ന ആർക്കാന്ന് വെച്ചാൽ വളരെ ചെറിയ പോപ്പുലേഷൻ ആണെന്ന് വരുന്നത്. അത്രേ ഉള്ളൂ. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് 2002 വോട്ട് പട്ടികയിൽ ഒരു നിലക്കും കണക്ഷൻ കൊടുക്കാൻ, ബന്ധുക്കളാലോ സ്വന്തത്തിലാലോ കണക്ഷൻ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ പ്രസക്തി വരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ദി ടൈം സർ. ഇത്രയാണ് മൊത്തത്തിൽ SARനെ പറ്റിയിട്ട് സൂചിപ്പിക്കാനുള്ളത്. റഫി സാർ നമുക്കൊണ്ട് ഒരുപാട് സമയം ചെലവഴിച്ചു. അദ്ദേഹം പാലക്കാട് സൂചിപ്പിക്കാൻ, അദ്ദേഹം പാലക്കാട് തഹസിൽദാറാണ്. അതേപോലെ തന്നെ മലമ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർ ARO ആണ്. അപ്പോൾ ഈ വിഷയം മറ്റുള്ളവരെയും ഉത്ബോധിപ്പിക്കാൻ, ബോധവൽക്കരിക്കാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവണം. ഈ വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ആളുകളെ ആ തരത്തിൽ കൂടി സഹായിക്കുക. മറ്റു രീതിയിലും നമ്മുടെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകേണ്ട, അവർക്ക് ആവശ്യമുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ബോധവാന്മാരായിട്ടുള്ള ആളുകൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു.